എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടീനിയത്തിന് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോകും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു 2-3 ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കുന്നത്. അതൊന്ന് നമ്മൾ അലവേരയുടെ ലിക്വിഡാണ്, പിന്നെ നമ്മളെ ബനാന പീൽ, അതായത് പഴത്തൊലിയുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. അത് ഏറ്റവും കൂടുതൽ NPK, നൈട്രജൻ കണ്ടന്റും എല്ലാ കാര്യങ്ങളും, അതായത് എന്താ പറയുക, മൈക്രോ ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അത് നമ്മൾ സാധാരണ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ട് ഈ സംഭവം. നമ്മളാരും അത് ഇങ്ങനെ പെട്ടെന്നൊന്നും ഉപയോഗിക്കാറില്ല. ചില വീടുകളിൽ ഉണ്ടാവില്ല, നമ്മുടെ അടുത്ത് ഉണ്ടാ സംഭവം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മൾ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഒന്നുകൂടി വലുതാവുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയൊരു താങ്ക്സ് ഉണ്ട്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യുന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ഫെർട്ടിലൈസർ, നല്ല നൈട്രജൻ കണ്ടന്റ്, നല്ല NPK തന്നെ പറയാം. എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിക്വിഡ് രൂപത്തിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ എടുക്കുന്നതും ലിക്വിഡ് രൂപത്തിൽ തന്നെ, നമ്മുടെ വീടുകളിലുള്ള സംഭവം തന്നെ. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും. കാരണം സാധാരണ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടിൽ ഉണ്ടാവുന്നതാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോകും. ഇപ്പം ഇതിൻ്റെ അടുത്ത് ഇതുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നമ്മൾ അലവേരയുടെ ഫെർട്ടിലൈസറും നമ്മൾ ബനാന പീൽ ഫെർട്ടിലൈസറുമാണ്. ഇത് 2 ലിക്വിഡ് രൂപത്തിലുള്ള ഇത് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതും. നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കാണുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ്. ഏറ്റവും കൂടുതൽ NPK അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡാണത്. കാരണം നമ്മൾ ഒരുവിധം വീടുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതൊരു വേസ്റ്റ് വെള്ളമായിട്ട് നമ്മൾ കളയാറാണ് പതിവ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു NPK ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഈ ഫിഷ് ടാങ്കിലെ വെള്ളവും ഈ ഫിഷ് ടാങ്കിലെ ഫിൽറ്ററിലെ അഴുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് സാധാരണ നമ്മുടെ വീടുകളിലെല്ലാവരും ഇത് വേസ്റ്റ് ആയിട്ട് കളയാറാണ് പതിവ്. ഇത് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസറാണ്, ഒരു NPK ആണ്. നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സംഭവം എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ ടാങ്കിലുള്ളത് ഇപ്പോൾ. കാരണം ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഈ വെള്ളം മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത് മാറ്റാറായിട്ടുള്ള സമയമായിട്ട്. സാധാരണ ഞാൻ എല്ലാ ഇതിലും മാറ്റുന്ന വെള്ളങ്ങളൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ചെടികൾക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് തുന്നിക്കുക. അപ്പോൾ സാധാരണ ചെയ്യാൻ തന്നെയാണ്. അതാണ് അതിന്റെ വെള്ളം ഫുള്ള് അഴുക്കായിട്ട് എടുക്കുക. കംപ്ലീറ്റ് അഴുക്ക് ഇതായിട്ട് ഫിൽറ്റർ വർക്ക് ചെയ്യണില്ല. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഇതിലത്തെ വെള്ളം മാറ്റാറ്. കാരണം ഫിൽറ്ററിൽ കംപ്ലീറ്റ് അഴുക്ക് നിറഞ്ഞിട്ടുണ്ടാവും. ആ അഴുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസറാണ്. അതാണ് നമ്മളെ ലിക്വിഡ് ഫെർട്ടിലൈസർ. കാരണം ഏറ്റവും കൂടുതൽ NPK അടങ്ങിയിട്ടുള്ള ലിക്വിഡാണ് ഈ കാണുന്ന ടാങ്കിലുള്ളത്. നമുക്ക് ഇനി അത് ക്ലീൻ ചെയ്ത് പുറത്തെടുത്ത് അത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ ഈ ഫിൽറ്ററിന്റെ കംപ്ലീറ്റ് അഴുക്ക് വെള്ളം കംപ്ലീറ്റ് ഈ സാധനമാണ് ഇതിന്റെ മെയിനായിട്ടുള്ള NPK എന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മള് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടല്ലേ, എന്താ കളറ്, ഭയങ്കര വേസ്റ്റ് ആയിരുന്നു മറ്റേ ഫിൽറ്ററിന്റെ ഉള്ളിൽ.
ഇതിൽ ഇനി നമ്മളിത് ചെയ്യാനുള്ളത്, നമ്മളിതിലേക്ക് കുറച്ച് ഫംഗിസൈഡ് ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന, എന്നാൽ എല്ലാ വീടുകളിലും ഇല്ലതനും ഉള്ള വീടുകളിൽ ഇത് വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ്, അതായത് നമുക്ക് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് നമ്മൾ അടീനിയം ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റ് NPK, നൈട്രജൻ, പൊട്ടാഷ്, സൾഫർ, അത് കൂടാതെ നല്ല മൈക്രോ ന്യൂട്രിയൻസ്, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്. ഇതിൽ അമിനോ ആസിഡ് ഇഷ്ടംപോലെ ഉണ്ട്. ഫിഷിന്റെ വേസ്റ്റ് ഉള്ള സംഭവം, ഒട്ടനവധി കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡാണിത്. ഇത് നമ്മൾ സാധാരണ വീടുകളിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കളയും. നമ്മളിത് കളയാറില്ല. നമ്മളെ ചെടികൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുക. നേരിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ട് ഇതൊരു ഫുൾ ബക്കറ്റ് നമുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഇപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അടിയിലുള്ള വേസ്റ്റ് നമ്മൾ ഫിൽറ്ററിന്റെ വേസ്റ്റ് കൂടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലൊരു സ്പൂണ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക. ഏത് ഫെർട്ടിലൈസർ ആയാലും ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫംഗിസൈഡ് ആഡ് ചെയ്യുക, അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഞാൻ നന്നായി കൂട്ടി വയ്ക്കാൻ എനിക്ക് ഈ വെള്ളത്തിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു നീലയും കറുപ്പും കൂടിയിട്ടുള്ള എല്ലാം കൂടിയിട്ടുള്ളൊരു വേറൊരു ആഷ് കളർ വെള്ളമായി. കാരണം ഇതിൽ അത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ടാങ്കിലും നല്ലോണം വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടികളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് നമ്മുടെ ചെടികളിലൊന്നും അധികം ഇലകളൊന്നും അധികം വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഡോർമൻസി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇലകളായിട്ടുള്ള ചെടികൾക്കൊക്കെ നമ്മൾ കുറേശ്ശെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഫിഷ് ടാങ്കിലെ വേസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ നൈട്രജനും NPK എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നിങ്ങളുടെ ചെടികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാനും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് കിട്ടുന്ന അറിവുകളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും താങ്ക് യു, ബൈ.